സിറിയയിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അർദ്ധരാത്രിയോടെ വ്യോമാക്രമണം നടത്തിയത്. IS-ന്റെ നിരവധി കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിൽ തകർന്നു. ഒട്ടേറെ IS ഭീകരർ കൊല്ലപ്പെട്ടതായാണ് സൂചന. കഴിഞ്ഞ മാസം സിറിയയിൽ വെച്ച് നടന്ന IS ആക്രമണത്തിൽ 2 US സൈനികർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് US തിരിച്ചാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എഡ്ഗർ ബ്രയാൻ ടോറസ്റ്റോവ, വില്യം നഥാനിയേൽ, ഹോവാർഡ് അയാദ് മൻസൂർ സഖത്ത് എന്നിവരെയായിരുന്നു IS ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത്. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു വ്യോമാക്രമണം. സിറിയയിലുടനീളമുള്ള നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ US തകർത്തു. തങ്ങളുടെ സന്ദേശം ശക്തമായി തുടരുന്നു. ഞങ്ങളുടെ ആളുകളെ ഉപദ്രവിച്ചാൽ, രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും ലോകത്തെവിടെയും എത്തി ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ആക്രമണത്തിന് ശേഷം US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് എന്നാണ് IS-നെതിരായ ആക്രമണത്തെ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഡിസംബർ 19-നും സിറിയയിൽ US വ്യോമാക്രമണം നടത്തിയിരുന്നു. മധ്യ സിറിയയിലുടനീളമുള്ള 70 IS കേന്ദ്രങ്ങളാണ് US അന്ന് ലക്ഷ്യമിട്ടത്. സിറിയയിലെ IS-നെതിരായ പോരാട്ടത്തിൽ ഖുദ്ദീസ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് വർഷങ്ങളായി US-ന്റെ പ്രധാന പങ്കാളിയായിരുന്നു. എന്നാൽ 2024 ഡിസംബറിൽ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം സിറിയൻ ഔദ്യോഗിക സർക്കാരുമായി ചേർന്നാണ് US ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ അലപ്പോയിൽ ഖുദ്ദീസ് സേനയും സിറിയൻ ഔദ്യോഗിക സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങുന്നതിനിടെയാണ് IS-നെതിരായ US ആക്രമണവും നടക്കുന്നത്. അതേസമയം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെട്ട ഇറാനിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് അമേരിക്കയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. 2 ആഴ്ച പിന്നിട്ട ഭരണവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ കനക്കുന്നതിനിടെ ഇറാന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ചർച്ച. പ്രക്ഷോഭകരെ അമർച്ച ചെയ്താൽ സൈനികമായി ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഏതു രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിലേക്ക് വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നതും പരിഗണനയിലുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വാഷിംഗ്ടണിൽ വ്യക്തമായ ഏകാഭിപ്രായം നിലവിലില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇറാൻ ഭരണകൂടം പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണവും എത്തിയത്. അമേരിക്ക സഹായത്തിന് സന്നദ്ധമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് അധികൃതർ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന നടപടികൾ കടുപ്പിച്ച സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ പ്രസ്താവന ഇറാൻ അമേരിക്ക ബന്ധത്തിൽ കൂടുതൽ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം യുദ്ധത്തിന്റെ നടുവിലാണ് ഇറാനെന്നും ഇസ്രയേലാണ് ഇതിന്റെ പിറകിലെന്നുമാണ് ഇറാന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനോ സമാധാനത്തിനോ പ്രസക്തിയില്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനിടെ പ്രതിഷേധക്കാരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചെങ്കിലും ഇറാനിലെങ്ങും അശാന്തി പടരുക തന്നെയാണ്. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുവായി കാണുമെന്നും അതിന് മരണശിക്ഷ വരെ ലഭിക്കാമെന്നുമാണ് അറ്റോർണി ജനറൽ മുഹമ്മദ് മൊവഹിദി അസാദ് മുന്നറിയിപ്പ് നൽകിയത്. തെഹ്റാന് പുറമെ കിഴക്കൻ മേഖലയിലെ മഷ്ഹദ്, തബ്രിസ് എന്നിവിടങ്ങളിലും ഉത്തര ഇറാനിലെ ഖുമ്മിലുമടക്കം പ്രതിഷേധം ശക്തമാണ്. 64 പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ 14 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഇന്നലെ മാത്രം 200-ലേറെ പേർ പിടിയിലായി. ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയ 2 പേരെ കസ്റ്റഡിയിലെടുത്തതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.